നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദവുമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് സിസ്റ്റം വളരെ ലളിതമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ട്രെയിനിങ് പ്രോഗ്രാം തികച്ചും ഫ്രീ ആണ്. ഇത് തുടങ്ങാൻ ഇൻട്രൊഡക്ടറി പരിശീലനം സിറ്റിങ്സ് ആവശ്യമുണ്ട്. അപ്പം അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഈ സിസ്റ്റത്തിൽ വരണം. നമ്മൾ എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ പെർഫെക്റ്റ് ബാലൻസ്ഡ് കണ്ടീഷനാണ്. ഈ പ്രപഞ്ചം ഉദ്ഭവിക്കുന്നതിന് മുമ്പ് ഒരു ബാലൻസ്ഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതാണ് സമാധി എന്നത്. ആദി, സൃഷ്ടിക്ക് മുമ്പുള്ള ബാലൻസ്ഡ് കണ്ടീഷൻ. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ടീഷൻ ഏകദേശം ഈ ഒരു തരത്തിലായിരുന്നു.
സമാധി അവസ്ഥയിലായിരുന്നു. അപ്പൊ ആ അവസ്ഥയിൽ നിന്നാണ് ലൈഫ് എനർജി, ലൈഫ് ഫോഴ്സ് ഈ ശരീരം രൂപീകരിച്ചത്. ആ അവസ്ഥ പ്രകടമാക്കാനുള്ള ഒരു മാധ്യമം എന്നുള്ള രൂപത്തിലാണ് ഈ ശരീരം രൂപീകരിച്ചിരുന്നത്. പ്രപഞ്ചത്തിന്റെ ഇതുവരെയുള്ള അറിവുകൾ എല്ലാം ഒരു മനുഷ്യന്റെ ഉള്ളിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഓണ്ടോജനി മിമിക്സ് ഫൈലോജനി എന്നുള്ളൊരു തിയറി ഉണ്ട് ബയോളജിയിൽ. നമ്മൾ നമ്മുടെ വളർച്ച നോക്കുകയാണെങ്കിൽ ഒരു യൂണിസെല്ലുലാർ അവസ്ഥയാണ്. അമ്മയുടെ അണ്ടവും അച്ഛൻ്റെ സ്പേമും യോജിച്ചൊരു സെല്ലാവും. ആ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആവും. അതിനുശേഷം വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യത്തിന്റെ പോലെ ഉള്ള ശരീരപ്രകൃതി, പിന്നെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ആംഫിബിയൻസിന്റെ ശരീരപ്രകൃതി, പിന്നീട് മൃഗാവസ്ഥയിലുള്ള ശരീരപ്രകൃതി, വാനരന്മാരുടെ ഏപ്പിന്റെ ശരീരപ്രകൃതി, വാലക്കുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു മനുഷ്യ ശരീരമായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു ക്രാഷ് കോഴ്സ് പോലെയാണ് ശരിക്കും നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ അനുഭവിക്കുന്നത്. 10 മാസം ഈ യൂണിവേഴ്സിന്റെ എല്ലാ അറിവുകളും ഒന്നും കൂടി റിവൈസ് ചെയ്യുന്ന പോലെ. നമ്മുടെ ഉള്ളിൽ എല്ലാ അറിവും ഉണ്ട്. നമ്മുടെ കോശങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഓർഗൻസിന് അറിയാം എന്താ ചെയ്യേണ്ടത്. അപ്പൊ മനുഷ്യന്റെ ചുമതല എന്താണ്? മനുഷ്യന് സുപ്രീം ആയിട്ടുള്ള ആ ശക്തി യൂട്ടിലൈസ് ചെയ്യാനൊരു കഴിവുണ്ട്, മനസ്സ് എന്നുള്ള ശക്തി. മനുഷ്യന്റെ തലം എത്തുന്നത് വരെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്ന ഒരു ശക്തി മാത്രമാണ് മനസ്സ്, സൂക്ഷ്മ ശരീരം എന്ന് പറയും. മനുഷ്യന്റെ തലത്തിൽ ഈ അറിവുകൾ, നമ്മൾ ഇതുവരെ ആർജിച്ചിട്ടുള്ള അറിവുകൾ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ അത് തിരിച്ചറിയണം, അത് ബോധപൂർവം തിരിച്ചറിഞ്ഞിട്ട് ആ ഒറിജിനൽ അവസ്ഥ, ആ സമാധി അവസ്ഥ റീഗെയിൻ ചെയ്യാം. പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഒരേ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരു പേജ് തന്നെ വീണ്ടും വീണ്ടും വായിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളത് പഠിച്ചിട്ടില്ല. ഒരു റിവിഷൻ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു. പക്ഷെ മനസ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ അറിവുകളെല്ലാം യഥാർത്ഥ ജ്ഞാനമാക്കി മാറ്റിയിട്ട് അതൊന്നും നമ്മളെ അറ്റാച്ച് ചെയ്യാതെ അത് ശരിക്കും ഉപയോഗിക്കാൻ പഠിക്കണം. ഇപ്പൊ സൈക്കിള് ചവിട്ടാൻ പഠിക്കുക, ഒരു ഉദാഹരണം പറയാം. ആദ്യം ബുദ്ധിമുട്ടാണ്, ബാലൻസ് നിലനിർത്തുക, ഒരുപാട് ടൈം എടുക്കും. 2 എക്സ്ട്രാ വീല് വെക്കും, ആരെങ്കിലും പിടിക്കും. പിന്നീട് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് തന്നെ നമുക്ക് പല പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കും. നമുക്ക് അതിൽ അറ്റാച്ച്മെന്റ് ഇല്ല. നമ്മുടെ ജീവിതത്തിൽ നോക്കൂ, നമ്മൾ ഈ ഘട്ടങ്ങളെല്ലാം കടന്നു വന്നവരാണ്. പക്ഷിയുടെയും ആംഫിബിയൻസിന്റെയും മത്സ്യത്തിന്റെയും എല്ലാം കടന്നു വന്നതാണ്. പക്ഷെ നമുക്ക് അതിലൊക്കെ പിന്നെയും കണക്ഷൻ ഉണ്ട്. നമുക്കൊരു പക്ഷിയെ പോലെ പറക്കണമെന്ന് തോന്നുന്നു, മത്സ്യത്തിനെ പോലെ വെള്ളത്തിലടിയിൽ പോകണമെന്ന് തോന്നുന്നു, നമുക്ക് ആനേനെ പോലെ ശക്തി വേണം തോന്നുന്നു, ഒരു ചീത്തേനെ പോലെ ഓടണം എന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അതൊന്നും ഉൾക്കൊണ്ടിട്ടില്ല എന്ന്. നമ്മൾ ഇതൊക്കെ കടന്നു പോയി കഴിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ യാത്ര ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു യാത്രയാണ്. ഇതൊന്നും എനിക്കിനി പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതിനെ ഭൂതം എന്ന് പറയുന്നത്. പഞ്ചഭൂതം, ഭൂതം എന്ന് പറഞ്ഞാൽ ഭൂതകാലം. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതെല്ലാം ഭൂതമാണ്, കഴിഞ്ഞ കാര്യങ്ങളാണ്. പ്രസന്റില് എങ്ങനെയാണ് ജീവിക്കുക, പ്രസന്റിലേക്ക് തിരിച്ചെത്തുക, ഓരോ നിമിഷവും അതിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അതറിയണം എന്നുണ്ടെങ്കിൽ ഈ പഞ്ചഭൂതങ്ങൾ അതിലേക്ക് അറ്റാച്ച്ഡ് ആവാതെ അത് നമ്മൾ ശരിയായിട്ടുള്ള ജ്ഞാനത്തിൽ ഉപയോഗിക്കണം. അറിവുണ്ടായ പോലെ അറിവ് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയണം. ഈ ശരീരം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയണം. നമ്മുടെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയണം. അപ്പൊ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ സ്കൂളിൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എഡ്യൂക്കേഷൻ നമ്മുടെ ഉള്ളിലുള്ള മനസ്സിനെ പ്യൂരിഫൈഡ് ആക്കിയിട്ട് ഈ അറിവുകളെല്ലാം എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൂടെയും ടീച്ചേഴ്സിലൂടെയും എല്ലാം കേൾക്കുന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ
എങ്ങനെയാണ് ഉപയോഗിക്കുക, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് അട്രാക്ഷൻ ഇല്ലാതെ അത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചാൽ, നമ്മുടെ കയ്യിലൊരു വാളുണ്ടെങ്കിൽ ആ വാൾ ആവശ്യമുള്ള ഉപയോഗിച്ചാൽ മതി, വെറുതെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഫിസിക്സിന്റെ അറിവുണ്ട്. എന്തിനാണ് അറിവ്? അത് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അതിൽ അറ്റാച്ച് ആവാനല്ല. ഗ്രാവിറ്റി നമ്മൾ മനസ്സിലാക്കി, അപ്പൊ അതിനെ ബഹുമാനിക്കുക, ആ ഋതത്തിൽ നമ്മൾ ജീവിക്കുക. നമ്മൾ അതിനെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളെ മാസ്റ്റർ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളൊരു കാര്യത്തെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത് നമ്മളെ കീഴടക്കിയിരിക്കുന്നു, നമ്മൾ അതിന്റെ അടിമയായി മാറിയിരിക്കുന്നു. കാർ ഓടിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഞാൻ ടെൻഷൻ ആവണം, അതിന്റെ അർത്ഥം കാർ എന്നെ ഭരിക്കാൻ തുടങ്ങും. എന്റെ സ്ഥാനം എനിക്ക് നിലനിർത്തണം തോന്നുകയാണെങ്കിൽ സ്ഥാനം എന്നെ കൺട്രോൾ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാധിക്കുന്ന ദേവീ ദേവന്മാര്, വിഗ്രഹങ്ങൾ, അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അത് മനസ്സിലാക്കിയില്ല. അപ്പൊ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് യഥാർത്ഥത്തിലുള്ള ഈ കാര്യങ്ങൾക്കെല്ലാം അറിവും ശക്തിയും നൽകുന്നത് എൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്രോതസ്സാണ് എന്ന് മനസ്സിലാക്കാൻ, അവിടെയാണ് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ കുട്ടിക്കാലത്ത് തന്നെ, ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒറിജിനൽ ഫ്ലോയിൽ നിലനിൽക്കുകയായിരുന്നെങ്കിൽ, ആ പ്യൂർ ആയിട്ടുള്ള ഫ്ലോ അലൗ ചെയ്യുകയാണെങ്കിൽ, ആ ഫ്ലോ നമ്മുടെ ഉള്ളിലുള്ള ഈ ഭൂതകാലം, അതിനാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്, അതിനെല്ലാം യഥാർത്ഥ അറിവാക്കിയിട്ട് ജീവിതം മുന്നോട്ട് പോയതിനെ, കൂടുതൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്തത് ലൈഫിനെ, അതിൻ്റെ ക്യാരക്ടർ, അതിൻ്റെ സ്നേഹം, യഥാർത്ഥ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മാധ്യമമായിട്ട് നമ്മുടെ ജീവിതം മാറിയത്. നമ്മൾ എവിടെയെങ്കിലും അട്രാക്റ്റഡ് ആകുമ്പോൾ അവിടേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിയിലൊരു കല്ല് കാണുകയാണ്, ആ കല്ല് മാറ്റാതെ ഞാൻ ഇനി മുന്നോട്ട് പോവില്ല എന്ന് പറയുമ്പോൾ ആ കല്ല് നമ്മളെ കൺട്രോൾ ചെയ്യും. വേറെ വഴി കൂടെ പോകാമല്ലോ. ഒരു പുഴ ഒഴുകുന്ന പോലെ എന്നാണ് പറയുന്നത്. പുഴ ഒഴുകുമ്പോൾ കല്ലിനെ അകറ്റാൻ ശ്രമിക്കും, പതുക്കെ പതുക്കെ എല്ലാം കൂടെ ഇല്ലാണ്ടാവും, പൊടിയായിട്ട് മാറും. അതുപോലെ നമ്മൾ സ്നേഹത്തിന്റെ ആ പ്രവാഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ നമ്മൾ ശരിക്കും മനസ്സിലാക്കാത്ത അറിവുകളൊക്കെ ട്രാൻസ്ഫോംഡ് ആവും, പ്യൂരിറ്റി ആയിട്ട് മാറും. നമ്മൾ കുട്ടിക്കാലത്ത് ഇതൊന്നും തിരിച്ചറിയാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫാമിലി കാരണം, സൊസൈറ്റി കാരണം നമ്മൾ കണ്ടംപ്ഡ് ആണ്. പല കാര്യങ്ങളും പ്രധാനമാണ് എന്ന് നമ്മുടെ സൊസൈറ്റി നമ്മളെ പഠിപ്പിക്കുന്നു, അതിൽ നമ്മൾ അട്രാക്റ്റ് ആവുന്നു, അറ്റാച്ച്ഡ് ആവുന്നു. അപ്പോൾ ഒരു പ്രായം 15-18 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾക്ക് ഇതിലൊന്നും സമാധാനം കിട്ടുന്നില്ല, സ്ട്രെസ്ഡ് ആവുന്നു, സ്ട്രെസ് കൂടി 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 വരികയാണ്. ശരിക്കും പ്രായം ചെയ്തവരും സ്ട്രെസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഒരു സ്വർണം കൂടുതൽ പ്യൂരിഫൈഡ് ആവുന്ന പോലെ നമ്മൾ കൂടുതൽ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടത്, പക്ഷെ നമ്മൾ പ്രായം ചെല്ലുന്നവരും സങ്കുചിതമായിട്ട് വരുന്നു. അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ട്, ഈഗോ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ഇതുവരെയുള്ള അറിവുകളിലേക്ക് അട്രാക്റ്റഡ് ആവുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒറിജിനൽ ഫ്ലോയിലേക്ക് കണക്റ്റഡ് ആയിട്ട് വേണം പ്രവർത്തിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഓരോ കാര്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതിനെ മനസ്സിലാവണം, ഞാനാണ് രാജാവ്, ആ കിങ്ലി ക്വാളിറ്റി എൻ്റെ ഉള്ളിൽ വേണം. ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു മെച്യൂരിറ്റി വരാതെ നമുക്ക് പിന്നെ യോഗ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ആദ്യം തന്നെ ഫാമിലി തിരിച്ചറിയണം, സൊസൈറ്റി തിരിച്ചറിയണം, ചെറുപ്പക്കാരെയും കുട്ടികളെയും ഇങ്ങനെയുള്ള രീതിയിലേക്ക് തിരിച്ചു വിടണം. പിന്നെ ബുദ്ധിമുട്ട് കൂടിക്കൂടി വരികയാണ്, നമ്മൾ ഓൾറെഡി പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയാം, അറിയായൊന്നുമില്ല. സത്യം എന്താണെന്ന് നമുക്കറിയാം, ധർമ്മം എന്താണെന്ന് നമുക്കറിയാം, ആർക്കും അറിയാനില്ല. അതുകൊണ്ടല്ലേ കട്ട് കഴിഞ്ഞാൽ എല്ലാവരും തുണി മുഖത്തിട്ടിട്ട് ജയിലിൽ പോലീസ് പിടിക്കുമ്പോൾ മുഖത്ത് തുണിയിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ശരിയല്ല എന്നറിയാം. കള്ളത്തരത്തില് ഇൻകം ടാക്സ് വെട്ടിക്കുമ്പോൾ ആരും കാണാതെ ചെയ്യുന്നു. എന്തിനാണ്? നമുക്ക് അറിയാം അത് ശരിയല്ല. സത്യമാണെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് നിന്നൂടെ, നമുക്ക് ധൈര്യത്തോടെ തല ഉയർത്തി നിന്നൂടെ, നമുക്ക് ശക്തി ഉണ്ടാവില്ല ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം, പക്ഷെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അപ്പൊ ഈ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന്
ശരിയിലേക്ക് തിരിച്ചു പോകാൻ നമ്മൾ വിൽ ഉപയോഗിക്കേണ്ടി വരും, ഇച്ഛാശക്തി ഉപയോഗിക്കേണ്ടി വരിക. അവിടെയാണ് യമ നിയമ എന്നൊക്കെ പറയുന്നത്. യമ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഡൈവേർട്ട് ചെയ്യുന്ന ടെൻഡൻസീസിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യാം. അസത്യം, നമ്മൾ സത്യം പറയാണ്ടിരിക്കുക, നുണ പറയാണ്ടിരിക്കുക, ഹേറ്റഡ് ഒഴിവാക്കുക, ദേഷ്യപ്പെടാണ്ടിരിക്കുക. അതൊന്നും നമ്മുടെ ശരിക്കുള്ള ക്വാളിറ്റി അല്ല. സ്നേഹമുള്ളപ്പോൾ ഇതൊന്നും പാടില്ല. എല്ലാവരും ഒരുമ കാണേണ്ടതാണ്. അപ്പോൾ യമം പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നു. അതിനുശേഷം നിയമം പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നു. ശരിയായിട്ടുള്ള കാര്യം എന്താണ് എന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നു. എന്തൊരു കഷ്ടമാണ്. നമുക്കത് ചെയ്യേണ്ടി വരികയാണ്. കാരണം കുട്ടിക്കാലത്തുള്ള ജനിക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള പ്യൂരിറ്റി നമ്മൾ സൊസൈറ്റി ഇന്റർവെൻഷൻ കാരണം നമ്മൾ കണ്ടംഡ് ആയിരിക്കുകയാണ്. അപ്പൊ യോഗ എന്നുള്ള ഈ പ്രാക്ടീസ് വേണ്ടി വരുന്നത് തന്നെ വലിയൊരു ശാപമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എഡ്യൂക്കേഷൻ നമ്മൾ നടത്തുമ്പോൾ, പുറമേയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ തരത്തില് ഉള്ളിലുള്ള മനസ്സിന്റെ ഈ ഡൈവേർഷൻസ് അവോയ്ഡ് ചെയ്തിട്ട് ഈ വരുന്ന അറിവുകളെ എങ്ങനെ ഉപയോഗിക്കണം എന്നുകൂടി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ വരണം. അതാണ് ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നത്. പരാവിദ്യ എന്ന് പറയും. അപ്പോൾ പാരലായിട്ട് രണ്ടും കൊണ്ടുവരണം. ഒരു അറിവ് എങ്ങനെ ഉപയോഗിക്കണം, ഇതാണ് മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. അങ്ങനെ ക്രമേണ ഉയർന്ന എല്ലാ അറിവുകളും മനസ്സിലാക്കിയിട്ട് അറിവിന്റെ സ്രോതസ്സായിട്ട് മാറുന്നത് വരെ ഈ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. ഇനിയും ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.